ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. അപ്പോൾ നമ്മൾ പഴവങ്ങാടി മറക്കണ്ട, തൊട്ടപ്പുറത്ത് പഴവങ്ങാടി ഉണ്ട്. രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നവർ പഴവങ്ങാടി പോയിട്ട് തേങ്ങയൊക്കെ ഉടച്ചിട്ടാണല്ലോ പോവുക. അപ്പോൾ പഴവങ്ങാടിയിൽ നിന്ന് നമുക്കിപ്പം സാന്ത്വന കൂടി ചേരുന്നുണ്ട്. സാന്ത്വനയും സുനിഷയും ഒരേ സാരിയാണല്ലോ ഉടുത്തിരിക്കുന്നത്. യൂണിഫോമാണോ എന്തോ? ഗുഡ് മോർണിംഗ് സാന്ത്വന, സുപ്രഭാതം, ഓണാശംസകൾ നേരുന്നു. തിരുവോണ ഹാപ്പി ഓണം. രണ്ടുപേരും ഒരേ കടയിൽ നിന്ന് ഒരേ ബാച്ച് സാരിയാണ് എടുത്തത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ആദ്യം തന്നെ ഓണാശംസകൾ ഡോക്ടർ അരുണിനും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഡെസ്കിലുള്ള എല്ലാ ആളുകൾക്കും ഓണാശംസകൾ നേരുകയാണ്. ചോദിച്ച സാരിയുടെ കാര്യം തന്നെ പറഞ്ഞു തുടങ്ങാം. സാരി ഞങ്ങൾ ഒരേപോലെ പ്ലാൻ ചെയ്ത് കൊടുത്തതാണ്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ പ്ലാനിംഗ് ആണ്. അപ്പൊ എങ്ങനെ സാരി ഉടുക്കുമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ലാസ്റ്റ് എന്തായാലും കൃത്യസമയത്ത് സാരിയൊക്കെ കൊടുത്ത് എത്താൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ രാവിലെ തന്നെ PCR ലൈവ് വൈകി എന്ന് ഞങ്ങളോട് പറഞ്ഞേനെ. എന്തായാലും അതൊന്നും ഉണ്ടായില്ല, കൃത്യസമയത്ത് തന്നെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ നിൽക്കുന്നത് പഴവങ്ങാടി ക്ഷേത്രത്തിന് മുന്നിലാണ്. സുനിഷ നിന്നതിന്റെ കുറച്ച് ഇപ്പുറത്തായി തന്നെയാണ് ക്ഷേത്രം. വലിയൊരു തിരക്ക് നമുക്ക് ഇവിടെ കാണാനില്ല അരുൺ. എന്നാലും കുറച്ച് തിരക്കുണ്ട്, പക്ഷെ വലിയ ഒരു തിരക്ക് ഇല്ല. നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥ വലിയ ഒരു ഘടകമാണ്. കാരണം ഇന്നലെ രാത്രി മുഴുവൻ തിരുവനന്തപുരത്ത് മഴയായിരുന്നു. ഇപ്പോൾ മഴ ഒരല്പം മാറി നിൽക്കുകയാണ്. ചാറ്റൽ മഴയൊക്കെ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് വലിയ മഴ പെയ്യുന്നില്ല. പക്ഷെ എങ്കിൽ പോലും വലിയ ഒരു ജനത്തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഇവിടെ നമുക്ക് കാണാം പത്മനാഭനെ തൊഴുത് അതിനുശേഷം തേങ്ങയൊക്കെ വാങ്ങി തൊട്ടടുത്തുള്ള പഴവങ്ങാടി ഗണപതിയെ കാണാൻ വരുന്ന ആളുകൾ തന്നെയാണ് കൂടുതലും ഉള്ളത്. ഇനിയിപ്പോൾ ഓണാഘോഷത്തിന്റെ തിരക്കിലേക്ക് കടക്കുകയാണ്. എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്. നമുക്കറിയാം സദ്യയൊക്കെ ഒരുക്കണം, മറ്റിടങ്ങളിലേക്കൊക്കെ പോകണം എന്നൊക്കെയുള്ള ഒരു തിരക്കിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. നമുക്ക് ഒന്ന് രണ്ട് പേരോടൊന്ന് ചോദിക്കാമെന്ന് തോന്നുന്നു. അച്ഛാ, തൊഴുതോ? ഓണമൊക്കെ ആയിട്ട് എന്താ പരിപാടി? പരിപാടിയൊന്നുമില്ല, വയസ്സായില്ല. അവർക്ക് എന്താ ഓണമില്ലേ? ശരി മോളെ, ഓണമുണ്ട്. ഓണമുണ്ട്. അപ്പൊ എങ്ങനെയാ സദ്യ ഒക്കെ കഴിക്കണം? തേങ്ങ അടിക്കാനും വന്നത്. പത്മനാഭനെ കണ്ടോ? പത്മനാഭനെ കാണാൻ പോയില്ല. എവിടെയാ വീട്? എവിടെയാ വീട്? കാട്ടാക്കട. അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അച്ഛൻ രാവിലെ അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ട് ആ വീട്ടിലേക്ക് പോകുകയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ചില ആളുകൾ ഈ തിരുവനന്തപുരത്തുകാരാണല്ലോ ഈ ചേട്ടന്മാര്. ഈ തിരുവനന്തപുരത്തേരെ നമ്മള് ഈ അമ്മാവന്മാരെ മാമന്മാരെയൊക്കെ അച്ഛ മാമ എന്നൊക്കെ വിളിക്കുമല്ലോ. മറ്റുള്ളവർ കേൾക്കുമ്പോൾ അച്ഛാന്നോ മാമാന്നോ ഒക്കെ വിചാരിക്കും. പക്ഷെ നമ്മളൊരു സ്നേഹം കൊണ്ട് വിളിക്കുന്നത് ഈ ചേട്ടാന്ന് വിളിക്കുന്ന പോലെ ഉള്ളൂ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പ്രായം ചെന്ന മനുഷ്യരെ, അല്ലേ സാന്ത്വന? അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ വിചാരിക്കും ഈ കുട്ടിയുടെ അച്ഛനാണോ ഇത് എന്ന് വിചാരിക്കും. അതെ, ഈ കോട്ടയം എനിക്ക് തോന്നുന്നു മധ്യ കേരളത്തിലൊക്കെ ഏത് പ്രായത്തിലുള്ള ആളുകളെയും ചേട്ടാ ചേച്ചി എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷെ ഇങ്ങോട്ട് വന്നാൽ കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മൾ തെക്കോട്ട് വരുമ്പോഴത്തേക്കും മാമ മാമി അച്ചച്ച എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ വിളിക്കാറുള്ളത്. അത് അവിടെയുള്ള ആളുകളൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു അത്ഭുതം തന്നെയാണ്. പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതെന്തിനാ അങ്ങനെ മാമ എന്ന് വിളിക്കുന്നത്, എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുമുണ്ട്. അത് ഇവിടെ നമ്മൾ കുറച്ച് സ്നേഹ കൂടുതൽ കൊണ്ട് അങ്ങനെ വിളിക്കുന്നതാണ്. ഇവിടെ നമ്മളൊരു 30 കഴിഞ്ഞവരെ ഒന്ന് ചേട്ടാന്ന് പരിഗണിക്കാറ് കൂടിയില്ല. 30 കഴിഞ്ഞവരൊക്കെ നമുക്ക് മാമനും അങ്കിളും ഒക്കെയാണ്. അപ്പോൾ സാന്ത്വന ഗംഭീരമാവട്ടെ, നല്ല ഓണസദ്യയൊക്കെ ഉണ്ട്, ഹാപ്പി ആയിട്ടിരിക്കുക. ഒപ്പം തന്നെ വാർത്താ വിശേഷങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. നമ്മൾ മാധ്യമ മേഖലയിൽ പണിയെടുക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഇന്നിപ്പോൾ ഡ്യൂട്ടിയിൽ തന്നെയാണ്.